വി രാജേഷ്, ആർ ശ്രീലേഖ. എന്താ പെട്ടെന്ന് അങ്ങനെ പറയുന്നത്? അല്ല, ഒരു വർഷം കടന്നുപോയി, പുതിയ വർഷം ആരംഭിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയൊരു ശക്തിയുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് CPM ആണ്. CPMൻ്റെ സ്വാധീനം ഗ്രാമാന്തരങ്ങൾ വരെയുണ്ട്. വലിയൊരു മെഷീനറി CPMനുണ്ട്. പക്ഷേ അതിനെ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തകർത്ത് തരിപ്പണമാക്കിയ രണ്ടുപേരാണ് വി രാജേഷും ശ്രീലേഖയും എന്ന് ഞാൻ പറയും. കാരണം 2025 കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ താരോദയങ്ങളാണ് രാജേഷും ശ്രീലേഖയും. വെറുതെ പറയില്ല. നിങ്ങൾ ഇന്ത്യ ലൈവ് BJPക്ക് അനുകൂലമായി പറയുന്ന ചാനലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തള്ളുള്ളൂ എന്ന് പറയും. അല്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം വി രാജേഷിൻ്റെയും ശ്രീലേഖയുടെയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിദ്യാഭ്യാസവും ഉള്ളവരാണ്, അത്യാവശ്യം കഴിവുള്ളവരാണ്. ഈ രണ്ടുപേരും CPMൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെ, ഇടതുപക്ഷത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കക്ഷികളെ നിലംപരിശാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒന്ന്, CPMൻ്റെ തിരുവനന്തപുരത്തെ ഗ്ലാമർ മുഖമായ നന്മമരം പ്രശാന്ത്. പിന്നെ രാജേഷ് അടിച്ച് തകർത്തത് കീഴൂട്ട് ബാലകൃഷ്ണപിള്ളയുടെ മോൻ മറ്റേ ഗണേശനെയാണ്. എത്ര ഈ ശ്രീലേഖയുടെ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കാനൊക്കെ ചാനലുകൾ നോക്കിയെങ്കിലും രാജേഷിൻ്റെ ഒരു ഒറ്റ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മുഖം മൂടി തവിടുപൊടിയായിപ്പോയി. അപ്പം 2025 ന്യൂസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും ശ്രീലേഖയും രാജേഷുമാണെന്ന്. ശ്രീലേഖയുടെ കാര്യം നോക്കൂ. ശ്രീലേഖ അല്ലെങ്കിൽ തന്നെ ന്യൂസ് മേക്കറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിത, കേരളത്തിലെ ആദ്യത്തെ വനിത IPS ഓഫീസർ, കേരളത്തിലെ ആദ്യത്തെ വനിത DGP. ലോ ആൻഡ് ഓർഡർ അവർക്ക് കൊടുത്തില്ല. പക്ഷേ അവർ നോക്കൂ, അവർ കൗൺസിലർ ആയതിനു ശേഷം അവർ വളരെ വിനയപൂർവ്വം VK പ്രശാന്ത് എന്നുള്ള MLA വിളിച്ചിട്ട് പറയുന്നു, MLA അത് കൗൺസിലറുടെ ഓഫീസല്ലേ, ഞാൻ അവിടെ ഇരുന്നോട്ടെ, എനിക്കിരിക്കാൻ സ്ഥലം വേണം എന്ന് പറയുന്നു. ഇത് വളരെ സൗമ്യമായി മോനെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. കാരണം ശ്രീലേഖയുടെ മകൻ്റെ കല്യാണത്തിന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സ്നേഹം പങ്കുവച്ച ആളാണ് ഈ MLA. അതുകൊണ്ട് ആ സൗഹൃദം കൊണ്ട് മോനെ ആ ഒന്നും തരാമോ, കൗൺസിലറുടെ ഓഫീസല്ലേ, MLAക്ക് വേറെ സംവിധാനം ഉണ്ടല്ലോ, ഞാനവിടെ ഒന്ന് മാറിത്തരാമോ എന്ന് സ്നേഹബുദ്ധിയാണ് ചോദിച്ചു. ഇയാൾ ഉടനെ പത്രക്കാരെ വിളിച്ചിട്ട് എന്നോട് ധാർഷ്ട്യത്തോടെ സംസാരിച്ചു എന്ന് പറഞ്ഞൊരു വിവാദമാക്കിയത് രാജേഷാണ്, പ്രശാന്താണ്. പ്രശാന്ത് അത് വിവാദമാക്കിയപ്പോൾ നേരെ ശ്രീലേഖ അവിടെ ചെന്നു. നേരെ അങ്ങോട്ട് ചെന്നിട്ട് അതിന് മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു, നോക്കൂ ഈ ഓഫീസ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവരപ്പം ധാർഷ്ട്യത്തോടെ പ്രശാന്ത് MLA പറയുന്നു, ഞാൻ മാറത്തില്ല, ഞാനിവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതുവരെ ഇയാൾ അതിൻ്റെ വാടക അടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കൊണ്ടുപോയി വാടക അടച്ചു. വാടക എത്രയാണെന്ന് 872 രൂപ. ഒരു ഫ്ലോർ മുഴുവൻ കെട്ടിയെടുത്ത് അവിടെ കുടിയിരുന്ന ഇയാൾ. നിയമസഭാ മന്ദിരത്തിൽ 31, 32 എന്ന് പറഞ്ഞ രണ്ട് മുറികൾ, 2 ഫ്ലാറ്റുകൾ MLAക്കുണ്ട്. ആ മണ്ഡലത്തിൽ തന്നെ, അയാളുടെ മണ്ഡലത്തിലാണ് ഈ നിയമസഭാ മന്ദിരം ഇരിക്കുന്നത്. ഒരുപാട് MLAമാരുടെ MLA ഓഫീസ് അവിടെയാണ്. അപ്പോൾ ശാസ്തമംഗലത്തിലെ കൗൺസിലറുടെ ഓഫീസിൽ കയറി ഇരുന്നിട്ട് വളച്ച് കെട്ടി അതിൻ്റെ വരാന്ത കൂടെ എടുത്ത് ഒരു വലിയ ഹാള് പോലെയാക്കി രാജകീയ പ്രജാസഭ നടത്തുകയാണ് VK പ്രശാന്ത് എന്ന് പറയുന്നത് ഈ നന്മമരം. അവിടെയാണ് ഈ പാവപ്പെട്ട കൗൺസിലർ എന്ന് പറഞ്ഞാൽ കൗൺസിലർമാരുടെ ഓണറേറിയം 15,000 രൂപയ്ക്ക് താഴെയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പരമാവധി 15,000 രൂപയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലറുടെ ഓണറേറിയം. MLAക്ക് അല്ല, MLAക്ക് 1.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. മണ്ഡല അലവൻസ്, സ്റ്റാഫിന് വേറെ ശമ്പളം, TA, DA, ഓഫീസ്, ഇതൊക്കെയുണ്ട്. അവിടെ നിന്ന് ഒരു ഓഫീസ് എടുക്കാൻ നിസ്സാരമായി പറ്റും. അത് ചെയ്യാതെ 872 രൂപ, അത് ഇയാൾ മുൻ മേയറായതുകൊണ്ട് അവിടുത്തെ മേയറെ ഭരണസമിതിയെ സ്വാധീനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തുപറ്റി? ശ്രീലേഖ എന്താ ചെയ്തത്? ശ്രീലേഖ വീണ്ടും ഗാഗ്വ വിളിക്കാൻ പോയില്ല. ശ്രീലേഖ വന്നിട്ട് എന്ത് ചെയ്തു? അതിനകത്തൂടെ കയറിയാൽ ഒരു 70 ചതുരശ്ര അടി, അതായത് നമ്മൾ ഈ ഇരിക്കുന്ന മുറിയുടെ 4/1, വേണ്ടി വന്നാൽ ഒരു സാധാരണ വീട്ടിലെ ടോയ്ലറ്റിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ളൊരു സ്ഥലം, അതാണ് അവിടുത്തെ കൗൺസിലർക്ക് ഇരിക്കാൻ ഇപ്പോൾ ബാക്കിയുള്ളത്. ശ്രീലേഖ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് ഒരു കസേരമേൽ ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് വിളക്ക് കൊളുത്തിട്ട് അവിടെ ഇരുന്നു. അവിടെ വന്നാൽ ഈ MLA ഗേറ്റ് പൂട്ടി ആ കൗൺസിലർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ ശ്രീലേഖ കാണിച്ചു കൊടുത്തത് കേരളത്തിലെ ഒരു നന്മമരം എന്ന് പറയുന്ന ഒരാളുടെ കള്ളത്തരമാണ്. 872 രൂപ, ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ അലവൻസ് കിട്ടുന്ന ആൾ 872 രൂപ എന്നുള്ള തുച്ഛമായ സ്ഥലത്ത് വാടക കൊടുത്ത് ആ വാടകയും അടയ്ക്കാതെ, വിവാദമായപ്പോൾ മാത്രം വാടക അടയ്ക്കാതെ ഞാൻ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ നന്മ മരത്തിൻ്റെ മുഖം പിച്ചി ചിന്തി. അതുമാത്രമല്ല, അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. ഇയാളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. ആ സൊസൈറ്റിയുടെ ഭാരവാഹിയാണ് ഇയാളുടെ ഓഫീസ് സെക്രട്ടറി. എങ്ങനെയുണ്ട്? എന്നിട്ട് സർക്കാരിൻ്റെ കരാറുകൾ വൈബിൻ്റെ MLAയുടെ സംഘമാണ് വൈബ് എന്നും പറഞ്ഞ് അവിഹിതമായി അടിച്ചു മാറ്റുന്നു.
അങ്ങനെ തിരുവനന്തപുരംകാർ അവരുടെ ഒരു വലിയ പുണ്യാളനായി കണ്ടിരുന്ന ഒരാളുടെ മുഖമാണ് തൻ്റെ നിശബ്ദമായ ചടുലമായ പക്വമായ ഇടപെടലോടുകൂടെ ശ്രീലേഖ ചീന്തി എറിഞ്ഞ് കളഞ്ഞത്. അപ്പോൾ CPM-ൻ്റെ ഒരു സൽപുത്രൻ എൻ്റെ തുണി അഴിച്ച് ഇവൻ എന്ത് സൽപുത്രനാണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, നഗ്നനായി ജനങ്ങൾക്ക് മുന്നിൽ നിർത്തി. അതൊരു വലിയ നേട്ടമാണ്. കാരണം ഇക്കാലം അത്രയും MLA എന്ന രാജപദവിയിൽ കിരീടം വെക്കാത്ത രാജാവായി നടന്ന VK പ്രശാന്ത് വെറും ഊളയാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ഇടപെടൽ ശ്രീലേഖ നടത്തി. ജനങ്ങൾ അങ്ങനെ പറയുന്നു. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അറ്റാക്കാണ് ഉണ്ടായത്. പ്രതിരോധിക്കാൻ അവസാനം മന്ത്രിമാർക്കും MP-മാർക്കും ഇറങ്ങേണ്ടി വന്നു. ഇങ്ങനൊരു ഗതികേട് കേരളത്തിലൊരു CPM MLA-ക്ക് വന്നിട്ടില്ല. വലിയ CPM തവിട് പിടിയായിപ്പോയി. CPM-ൻ്റെ മുഖം മൂടി ചീന്തപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, MLA-യോട് കൗൺസിലർക്ക് ഒഴിയാൻ പറയാൻ ഇതില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ VK പ്രശാന്ത്. അതെന്താ പറഞ്ഞാൽ MLA-ക്ക് ഇരിക്കേണ്ടിടത്ത് കൗൺസിലർ കയറി എന്ത് ചെയ്യും? പിന്നെ അതായത് താൻ ഇപ്പോൾ ശ്രീലേഖ വിചാരിച്ച് കാണും, ഞാനിരിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഇരുന്നില്ലെങ്കിൽ വേറൊരാൾ കയറിയിരിക്കുന്നു. നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെ കരുതി കാണും. ഞാനിരിക്കേണ്ടിടത്ത് ഞാനിരുന്നില്ലെങ്കിൽ VK പ്രശാന്ത് ഇരിക്കും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. നാണവും മാനം വരും. പിന്നെ അതെന്നറിയോ, ഈ ചിലയിടത്ത് ആല് മുളച്ചാൽ അത് തണലാണെന്ന് മാത്രമല്ല അതിൽ കിളി വന്ന് കൂട് കൂട്ടി എന്ന് പറയാൻ ഒരു എളുപ്പമില്ലാത്ത ആളുകളാണ് ഈ CPM-കാർ. അതുകൊണ്ടാണ് എത്ര ലജ്ജാകരമായ നിലപാടാണ്. MLA-യോട് ഒഴിയാൻ പറ്റും. MLA ഇരിക്കുന്ന കൗൺസിലറുടെ സ്ഥലത്താണെങ്കിൽ, കോർപ്പറേഷൻ്റെ സ്ഥലത്താണെങ്കിൽ ഒഴിഞ്ഞേ പറ്റൂ. അപ്പോൾ നിയമസഭാ മന്ദിരത്തിൽ ഇയാൾക്കുള്ള സ്ഥലം പിന്നെ എന്തിനാ ആർക്കിരിക്കാനാ? ഇയാളുടെ ഭാര്യ വിട്ട് ആർക്കിരിക്കാനാണോ? അല്ലല്ലോ. MLA-ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. പാർട്ടിക്കാർ കയറി നിറങ്ങുന്നുണ്ട് അവിടെ. പാർട്ടിക്കാർ സകല സഖാക്കന്മാരും വന്ന് പെറ്റ് കിടക്കുന്നത് പോലെ പാർട്ടി ഓഫീസുകളിലാണ് MLA-മാരുടെ ഹോസ്റ്റലിലാണ് കിടക്കുന്നത്. MLA-മാരുടെ ഹോസ്റ്റലിൽ നിങ്ങളും ചെല്ലണം. MLA ഒന്നും അവിടെ താമസിക്കുന്നില്ല. നാട്ടിലുള്ള മുഴുവൻ പാർട്ടിക്കാരും, ഞാൻ ഒരു പാർട്ടിയും വേർതിരിച്ചല്ല, എല്ലാ പാർട്ടിക്കാരുടെയും MLA ഹോസ്റ്റലുകളിൽ പാർട്ടിക്കാർ, ബന്ധുക്കൾ, പത്രക്കാരൊക്കെയാണ് കയറി കിടക്കുന്നത്. ഞാനും പണ്ടൊരു MLA-യുടെ ഹോസ്റ്റലിൽ പോയി കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. MLA ഹോസ്റ്റലുകളിൽ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? അവിടെ MLA-ക്ക് താമസിക്കാൻ വേണ്ടി കിടക്കുന്ന ഹോസ്റ്റൽ പാർട്ടി ഓഫീസുകളല്ലേ? ആണ്. പിന്നെന്തിനാണ് കൗൺസിലർക്ക്? ആ ഒരു കൗൺസിലിലെ കാര്യങ്ങൾ നോക്കുന്ന ആളല്ലേ. അതങ്ങനെ VK പ്രകാശിനെ തകർത്ത ശ്രീലേഖ, VK പ്രശാന്ത് ഇടയ്ക്ക് മാറിപ്പോകുന്നല്ലേ. VK പ്രകാശ് എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്ടറുണ്ട്, അതാണ് മാറിപ്പോകുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത് നമ്മൾ നോക്കേണ്ടത് രാജേഷിനെ സംബന്ധിച്ച്. രാജേഷിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. പക്ഷേ രാജേഷ് മേയറായതിനു ശേഷമുള്ള രാജേഷിൻ്റെ ശരീരഭാഷയിൽ വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. രാജേഷ് വളരെ കൃത്യമായി പഠിച്ച് സംസാരിക്കുന്ന ഒരു രാജേഷാണ്. ഞാൻ ഓർക്കുന്നുണ്ട് രാജേഷിൻ്റെ ഒരു ചിത്രം ഞാൻ ഓർക്കുന്നത് മുമ്പൊരിക്കൽ കെ സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നൊരു സമരം. ഈ സമരത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞു പോലീസ്. ഇവർ രണ്ടുപേരും കൂടെ ഈ ഗ്രനേഡിലും ഈ വാട്ടർ കാനൻ ഉപയോഗിച്ചുള്ള വെള്ളപ്പാച്ചിലും വീഴാതെ പിടിച്ചു നിന്ന് പൊരുതി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. വളരെ പ്രശസ്തമായൊരു ചിത്രമാണ്, വളരെ ഇഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. ആ ചിത്രം നമുക്ക് നോക്കട്ടെ, കിട്ടുമെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാം. അന്ന് മുതൽ നമ്മൾ രാജേഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. രാജേഷ് വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ സാധാരണ ഒരു BJP പ്രവർത്തകൻ തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തലസ്ഥാന നഗരിയിലെ മേയറാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ സർക്കാർ പരിപാടികളിലും മേയറുടെ സാന്നിധ്യം നിർബന്ധമാണ്. ഏത് രാജ്യത്തെ വിദേശ പ്രതിനിധിയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഒക്കെ അവിടെ വന്നിറങ്ങിയാൽ സ്വീകരിക്കാൻ മേയറാണ്. പ്രോട്ടോകോൾ വൈസ് മേയർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മേയർ എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷനാണ്. ആ പൊസിഷനിലേക്ക് രാജേഷ് വന്നപ്പോൾ ആ പൊസിഷന് പറ്റുന്ന തരത്തിലേക്കുള്ള രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും പ്രതികരണത്തിലുമൊക്കെ ഒരു മാറ്റം രാജേഷിന് വരുന്നുണ്ട്. ആ രാജേഷിൻ്റെ കാർക്കശ്യം നിറഞ്ഞ കണിശമായ നിലപാടാണ് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിൽ ഓടുന്ന ബസ്സുകളുടെ കാര്യത്തിൽ വന്നത്. തിരുവനന്തപുരം നഗരസഭ ഈ നഗരത്തിലെ ഈ കാർബൺ രഹിത നഗരങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്രം കൊടുത്ത ബസ്സുകൾ നഗരസഭ ഏതാണ്ട് 1500 കോടിയോ 110 കോടി രൂപ മുടക്കി വാങ്ങിയ ബസ്സുകൾ അത് നഗരത്തിൽ ഓടിക്കുന്നതിന് പകരം 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റു ഡിപ്പോകളിലേക്ക് ഓടിക്കുകയാണ്. അങ്ങനെ ഓടിക്കാൻ പാടില്ല എന്ന് രാജേഷ് പറയുന്നു. രാജേഷ് പറയുമ്പോഴത്തേക്ക് ഉടനെ മന്ത്രി എന്ന് പറയുന്ന മന്ത്രി പുങ്കവൻ വന്നിട്ട് പറയാം, എന്നാൽ ഈ വണ്ടിയെല്ലാം അങ്ങ് തിരിച്ചു തന്നേക്കാം, ഒറ്റ എണ്ണം ഞങ്ങളുടെ ഇവിടെ കയറ്റത്തില്ല, ഞങ്ങൾ ഓടിക്കത്തില്ല, ഞങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങൾ 150 ബസ് വേറെ മേടിക്കും. കാരണം 150 ബസ് മേടിക്കാൻ ഗണേശന് താല്പര്യം ഉണ്ടാകും. കാരണം പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, 10 ബസ് മേടിക്കുമ്പോൾ ഒരെണ്ണം കമ്മീഷൻ കിട്ടുമെന്ന്. അപ്പോൾ 150 എണ്ണം മേടിച്ചാൽ എത്ര വണ്ടി കമ്മീഷനായിട്ട് കിട്ടും, എത്ര വണ്ടിയുടെ തുക കമ്മീഷനായി കിട്ടുമെന്ന് ആളുകൾ കണക്ക് കൂട്ടി നോക്കിക്കോളും. കാരണം ഇയാൾ വന്നപ്പോൾ മന്ത്രിയായ ഉടനെ തീരുമാനിച്ചെന്തിനാണ് ഈ സിറ്റി സർവീസ് ബസ്സുകളുടെ റേറ്റ് കൂട്ടണം
എന്തൊക്കെ പറഞ്ഞ് ഇലക്ട്രിക് ബസ്സുകളുടെ ചാർജ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ആളാണ്. ഈ ബസ്സുകളൊക്കെ കോർപ്പറേഷൻ വാങ്ങി KSRTCക്ക് ഓടിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്, കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണ്. അത് നഗരത്തിലാണ് ഓടിക്കേണ്ടത്. നഗരത്തിൽ ഓടിക്കേണ്ട വണ്ടികൾ, KSRTCയുടെ അല്ലാത്ത വണ്ടികൾ KSRTCയുടെ ബോർഡ് വെച്ച് നഗരത്തിന് പുറത്തേക്ക് ഓടിക്കുന്നു. അത് പറ്റില്ല, നഗരത്തിനകത്ത് ഓടിക്കണം എന്ന് പറയാൻ അത് പണം കൊടുത്ത് മേടിച്ച ആൾക്ക് അവകാശമില്ലേ? അതാണ് മേയർ പറഞ്ഞത്. ഉടനെ ഇയാൾ പറഞ്ഞ മറുപടി എന്താ? ഇതെല്ലാം കൂടെ തിരിച്ചു തന്നേക്കാം. ഇതെന്ത് കീഴോട്ട് കുടുംബത്തിൻ്റെ വകയോ തിരിച്ചു കൊടുക്കാൻ? അല്ലല്ലോ. അപ്പം ഈ രാഷ്ട്രീയക്കാരനായ ഒരു മാടമ്പി സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു മന്ത്രിയോട് വളരെ പക്വമായി, അന്ന് അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയൊക്കെ ഇങ്ങ് തിരിച്ചു തന്നിര്. തിരുവനന്തപുരം കോർപ്പറേഷന് ഈ വണ്ടി ഇടാനായിട്ടുള്ള KSRTC ഇഷ്ടം പുത്തരിക്കണ്ടം മൈതാനം ഉണ്ടെന്നേ, അവിടെ കയറ്റിയിടും. പിന്നെ വേറെയും പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്. കാരണം ഇന്ത്യയിലെ പ്രശസ്തമായ പല മെട്രോ സിറ്റികളിലും, ബാംഗ്ലൂർ BMTC ഉണ്ട്. ബാംഗ്ലൂരിലെ നഗരത്തിലോടുന്ന ബസ്സുകൾ ബാംഗ്ലൂർ കോർപ്പറേഷൻ ഓടിക്കുന്നതാണ്. ബോംബെയിലെ ബെസ്റ്റ് സർവീസ് ഓടിക്കുന്നത് ബോംബെ നഗരസഭയാണ്. ഡൽഹി നഗരസഭയാണ് ഓടിക്കുന്നത്. തിരുവനന്തപുരത്ത് വേണ്ടി വന്നാൽ തിരുവനന്തപുരം സിറ്റിക്കകത്തെ ബസ് സർവീസുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തും. രാജേഷ് പറയാതെ പറഞ്ഞതാണ്, നിങ്ങൾ വണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ടതാ. എന്ത് ചെയ്യണമെന്നറിയാം. ഇത്തരം 10, 100, 150 വണ്ടികൾ കിട്ടിയാൽ 250 പേർക്ക് ജോലി കിട്ടും. ആ വണ്ടികൾ തിരുവനന്തപുരത്ത് ഓടും. കാർബൺ രഹിത വണ്ടി, പുതിയ ഇലക്ട്രിക് വണ്ടികളോടും, പരിസര മലിനീകരണമില്ലാതെ ഓടിയിട്ട് ആ വണ്ടികൾ എന്ത് ചെയ്യും? നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഓടിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾക്ക് കൂടുതൽ നല്ല ഗതാഗത സൗകര്യം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ കഴിയുമെന്ന് വളരെ ആശങ്കകളില്ലാതെ അക്ഷോഭ്യനായി രാജേഷ് പറഞ്ഞപ്പോൾ പത്രക്കാർ സാറിന് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എന്ത് നടന്നാലും, ലോകത്തെന്ത് നടന്നാലും തിരുവനന്തപുരം മേയർ സമാധാനം പറയണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പത്രക്കാരെ കിട്ടും. അവർക്കിടയിലേക്കാണ് അക്ഷോഭ്യനായി തൻ്റെ നിലപാട് പറഞ്ഞപ്പോൾ പത്രക്കാർക്കൊന്നും ട്രോളാൻ പോലും കിട്ടിയില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലേഖയും രാജേഷും കാണിച്ചു കൊടുത്തൊരു മാർഗമുണ്ട്. ആ മാർഗം അവലംബിച്ച് ആ മാർഗത്തിലൂടെ തിരുവനന്തപുരം നഗരസഭയിലെ 50 BJP കൗൺസിലർമാർ പ്രവർത്തിച്ചാലുണ്ടല്ലോ, തിരുവനന്തപുരം ജില്ലയിലല്ല കേരളത്തിൽ CPMൻ്റെ കട്ടയും പടം തുടങ്ങിപ്പോകും. അപ്പോൾ 2025 ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടേണ്ടതും 2026 ഏറ്റവും പ്രതീക്ഷ നൽകുന്നതുമായ പ്രവർത്തനങ്ങൾ രണ്ടും വന്നിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. അത് രാജേഷിൻ്റെയും ശ്രീലേഖയുടെയുമാണ്. അത് നിസ്സംശയം പറയാതെ നമുക്ക് ഈ ദിവസത്തെ ആദ്യത്തെ വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരുന്ന് രാജേഷും ശ്രീലേഖയും എന്നിങ്ങനെ മന്ത്രം പറയുന്ന പോലെ പറഞ്ഞത്. കാരണം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് കേരളത്തിൽ CPMൻ്റെ അടിത്തറ ഇളക്കാൻ, അസ്ഥിവാരം ഇളക്കാൻ നിയോഗം കിട്ടിയ 2 മഹത് വ്യക്തിത്വങ്ങൾ. രാഷ്ട്രീയം എന്താണ്? അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മുണ്ടുപൊക്കി കാണിക്കുന്നില്ല രാഷ്ട്രീയം. അത് കൃത്യമായി ശ്രീലേഖ പഠിപ്പിക്കുന്നുണ്ട്, രാജേഷ് പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുഴച്ചിൽക്കാരായി മുൻനിരയിൽ നിൽക്കുന്ന ഈ 2 പേരിൽ വലിയ പ്രതീക്ഷ രാഷ്ട്രീയ കേരളത്തിന് കാണാൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അതോടൊപ്പം ഒരു അപേക്ഷ കൂടി ഞാൻ നിങ്ങളോട് വെക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ചാനലിൻ്റെ IND എന്നുള്ള ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തുക. അപ്പോൾ ചാനലിൻ്റെ പേജ് പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതിലും ഒന്ന് വിരലമർത്തുക. തൊട്ടിപ്പുറത്ത് ഇടതുവശത്ത് ഒരു മണിയുടെ ചിത്രം ഉണ്ടാവും. ആ മണിയടയാളത്തിലും ബെൽ ഐക്കണിലും ഒന്ന് അമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ്ഡായി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് മറ്റാരും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും. സഹായിക്കണം.